കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലെ പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് തലശ്ശേരി തിരുവങ്ങാട് എന്ന സ്ഥലത്താണ്. ഏതാണ്ട് 90 വർഷം മുമ്പ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി വന്ന് താമസിച്ച വീട്ടിൽ, എടവലത്ത് എന്നാണ് ആ വീടിൻ്റെ പേര്. ഞങ്ങളിവിടെ കാണാൻ വന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അമരക്കാരനായിരുന്ന ശ്രീ ഡോക്ടർ TN ബാബു രവീന്ദ്രനെ തേടിയാണ്. അദ്ദേഹം IMAയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിരുന്നു. 3 പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതും ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാന പ്രസിഡൻറ്റ്. ഇവരുടെ എത്തിക്സ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനായിരുന്നു. നമുക്കറിയാം, പ്രൊഫഷണലുകളുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഏതാണ്ട് 5 ലക്ഷത്തിലധികം അംഗങ്ങൾ ഇന്ത്യയിൽ അവർക്കുണ്ട്. ഏറ്റവും കരുത്തുറ്റ സംഘടന. ഈ സംഘടനയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാളെന്ന് പറയുമ്പോൾ ആ കാലഘട്ടം 3 പതിറ്റാണ്ട് മുമ്പിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുക. ഒരു കാലത്ത് വലിയ സംഘർഷം നടന്ന കാലഘട്ടത്തിലൊക്കെ ഇതിൻ്റെ നിയമനിർമ്മാണ ഘട്ടങ്ങളിലും ഡോക്ടർമാരുടെ സുരക്ഷ നിലനിർത്തിക്കൊണ്ടുള്ള സർക്കാരുമായിട്ടുള്ള പല കമ്മിറ്റികൾ ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ബാബു രവീന്ദ്രൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന നേതാക്കളിൽ രണ്ടാമൻ എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാം. എന്താണ് IMA? ആരാണ് ഡോക്ടർ TN ബാബു രവീന്ദ്രൻ? അങ്ങനെ നമുക്ക് സക്സസ് സ്റ്റോറിയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെയും ഒപ്പം ഡോക്ടർ TN ബാബു രവീന്ദ്രനെയും ഒന്നറിയാം, അവരുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാം. പ്രേക്ഷകർക്കും ഒപ്പം TN ബാബു രവീന്ദ്രനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമസ്കാരമുണ്ട് സാറേ, എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നു. പിന്നെ നല്ല മഴക്കാലമാണല്ലോ അല്ലേ? നല്ലൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ, നല്ല കാലഘട്ടം എന്ന് പറയുമ്പോൾ ഡോക്ടർമാർക്ക് തിരക്ക് പിടിച്ച ഒരു കാലഘട്ടം. ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറിയിൽ എപ്പോഴും ഞങ്ങളിങ്ങനെ ലോകത്തെ വ്യത്യസ്തരായ മനുഷ്യരെ തേടിപ്പോകുന്ന ഒരു പരിപാടി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാൾ എന്ന നിലക്കാണ് താങ്കളെക്കുറിച്ച് സഹപ്രവർത്തകർ പറയുന്നു. ഒരു സീനിയർ മോസ്റ്റ് ലീഡർ മാർത്താണ്ഡ പിള്ള സാറാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന ആൾ. രണ്ടാമൻ താങ്കളാണ്. എവിടെയാണ് താങ്കൾ ജനിച്ചത് ശരിക്കും? മലബാർ പാന്തോട്ടം മൊറാഴ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിലാണ് മൊറാഴ. അവിടെ അച്ഛൻ അമ്മ? എൻ്റെ അച്ഛൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. എന്തായിരുന്നു പേര്? കൃഷ്ണൻ നമ്പ്യാർ. നീലിയത്തകത്തൂട്ട് കൃഷ്ണൻ നമ്പ്യാർ. നീലിയത്തകത്തൂട്ട് അത് ഇളയാവൂരാണ്. അമ്മ തീയഞ്ചേരി നടുവിലെ വീട്ടിൽ ജാനകി അമ്മ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 പേര്. എത്ര ആണും എത്ര പെണ്ണും? ഞങ്ങൾ 2 പെൺകുട്ടികൾ, ബാക്കി 5 ആണുങ്ങൾ. അവരൊക്കെ ഇപ്പോൾ ലൈവായിട്ടുള്ളത്? ഒരു 5 മരിച്ചുപോയി, ബാക്കി എല്ലാവരും ഉണ്ട്. സാറിൻ്റെ ഈ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു ശരിക്കും? ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചത് അവിടെ പാന്തോട്ടം സർക്കാർ സ്കൂളിൽ തന്നെ. സർക്കാർ പ്രൈവറ്റ് സ്കൂളിലാണ്. മൊറാഴ വെസ്റ്റ് UP സ്കൂൾ, LP സ്കൂൾ ഉണ്ട്. പിന്നെ ഞാൻ SSLC വരെ പഠിച്ചത് ചെറുകുന്ന് ഗവൺമെൻറ് ഹൈസ്കൂൾ. ചെറുകുന്ന് ഗവൺമെൻറ് ഹൈസ്കൂൾ. ഈ സ്കൂൾ കാലഘട്ടത്തിലേക്കുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു പഠനത്തോടൊപ്പം? സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര വളരെ ദുർഘടമായിരുന്നു. നാട് നടന്നിട്ട് പോകണം. 4 കിലോമീറ്റർ രാവിലെ. റോഡൊന്നുമില്ല. കുന്ന്, എട, അങ്ങനെയുള്ള വയല്, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള 4 കിലോമീറ്റർ രാവിലെയും വയലും കുന്നൊക്കെ വെള്ളം പോകുന്ന ഇട, വെള്ളം നിറഞ്ഞ വയല്. അപ്പോൾ അത് ഞങ്ങളൊരു 10-20 കുട്ടികളുണ്ടാവും. അത് രാവിലെ എഴുന്നേറ്റ സമയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ കൊടുത്ത് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടാണ് കയറുക. എങ്ങനെ മെസ്സേജൊക്കെ അന്നത്തെ കാലത്ത് കൊടുക്കുക? കൂക്കി വിളിക്കുക. അത് കഴിഞ്ഞാൽ നമ്മളൊരു കുന്ന് കയറണം. കുന്ന് കയറിയിട്ടാണ് പിന്നെ ഒരു നിരപ്പുള്ള പാറ, അത് കുറേ നടക്കണം. അത് കഴിഞ്ഞാൽ ഇറങ്ങണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടയാണ്, വെള്ളം ഒഴുകുന്നത്. നല്ല മഴ പ്രയാസമാണെങ്കിൽ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലൂടെ വേണം നടന്ന് സ്കൂളിൽ നടക്കാൻ. അപ്പോൾ അത് കുറേ നടന്ന് അത് ക്രോസ് ചെയ്യണം. അപ്പോൾ അതിന് അവിടെയൊക്കെ ഒന്ന് ഈ മില്ല് ഇതുണ്ടല്ലോ, മറ്റേ മില്ല്, തുണി മില്ല്, നെയ്ത്ത് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ പുറത്ത് വന്നിട്ട് നമ്മൾ എടുത്ത് കിടത്തും. ഈ വെള്ളം ചെറിയ കുട്ടികളെ 5-6 വയസ്സിലൊക്കെ കുട്ടികളല്ലേ. അപ്പോൾ അവരെ എടുത്ത്
മറികടയിൽ വെക്കും. നടക്ക് വയലിലെത്തിയാൽ വെള്ളമാണ്. അപ്പോൾ നമ്മൾ മുണ്ടെല്ലാം പൊന്തിച്ച് നടന്ന്. മുണ്ടാണോ അന്നത്തെ വേഷം? ചെറിയ 8ാം ക്ലാസ് കഴിയുമ്പോൾ മുണ്ടായി, 8 വരെ ട്രൗസർ. അപ്പോൾ നടന്ന് റോഡിലെത്തി സ്കൂളിൽ പോവാം. വൈകുന്നേരം ഇങ്ങനെ മടങ്ങി വരിക. പോകുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ബുക്ക് കെട്ടിയിട്ടുണ്ടാവും, പിന്നെ ചോറ്റുപാത്രം ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ. ഉച്ചക്ക് അല്ലല്ല, നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാവും, പിന്നെ ഒരു കൊടയും. അപ്പോൾ ഈ മൂന്നും കൂടെ പിടിക്കാനുള്ള കൊട, ചോറ്റുപാത്രം, പുസ്തകക്കെട്ട്, ഇത് മുഴുവൻ പിടിച്ചിട്ട് പിടിക്കണം. ഈ 4 കിലോമീറ്റർ നടക്കാൻ. 8 കിലോമീറ്റർ മൊത്തം. അത് ഈ വെള്ളക്കെട്ടിലൂടെയും വയൽവരമ്പിലൂടെയും. അതെ, അത് വെള്ളക്കെട്ട് പിന്നെയും തിരക്കേടില്ല. ഈ കുന്നിന്റെ സ്ഥലത്തെത്തുമ്പോൾ നല്ല കാറ്റുണ്ടെങ്കിൽ കൊടയൊക്കെ അങ്ങനെ മറിഞ്ഞു പോകും, ഇങ്ങനെ അടി. ഒരു വല്ലാത്ത യാത്ര തന്നെ അല്ലേ? അപ്പം നല്ല മഴയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് മതിലുണ്ടല്ലോ അവിടെ, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കും കുറച്ച് നേരം ഈ കാറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്, അങ്ങനെ രസമാണ്. അതൊക്കെ അന്നൊന്നും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടേ ഇല്ല. ഈ എൻജോയ്ഡ് ദാറ്റ് ആയിട്ട്. ഭയങ്കര എൻജോയ്മെന്റ്. കുട്ടികളെല്ലാം 10-20 കുട്ടികളല്ലേ, ഒരുമിച്ചാണ് പോകുന്നത്. മടങ്ങി വരുമ്പോൾ എന്തെങ്കിലും വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ മാവിലൊക്കെ കയറി മാങ്ങയെല്ലാം പറിച്ച് ഇതെല്ലാം പറിച്ച് കളിച്ച് നടന്ന് എന്നിട്ടാണ് തിരിച്ചെത്തുക. ഇന്നത്തെ മക്കൾക്ക് അത് ആലോചിക്കാൻ പറ്റില്ല. 10ാം ക്ലാസ് വരെ അല്ലല്ല, ചെറുകുന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്? ആക്ടിവിറ്റീസ് അന്ന് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അന്ന് എനിക്കിങ്ങനെ സമയം കിട്ടൂല. രാവിലെയും വൈകുന്നേരം വരുമ്പോഴേ ഈ സ്കൂൾ അസംബ്ലി, പിന്നെ നമ്മൾ പാർലമെന്റ്, ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടോ? മത്സരിച്ചിട്ടൊന്നും. രാഷ്ട്രീയം ഉണ്ടായിരുന്നു? ഇല്ല, രാഷ്ട്രീയമൊന്നുമില്ല. ഒന്നുമില്ല. ഭയങ്കര കർശനമായിരുന്നു. വീട്ടിലെ സമയമില്ല. രാവിലെ അവിടെ നടന്നെത്തി പഠിച്ച് മടങ്ങിയെത്തുമ്പോൾ പിന്നെ ക്ഷീണിച്ചു പോകും. അപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും ചെറിയ ചെറിയ കളിയേ ഉള്ളൂ. അങ്ങനെ അന്ന് എടുത്ത് പറയാൻ മാത്രമുള്ള കളിയൊന്നും. അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മ? അധ്യാപകരൊക്കെ വളരെ നല്ല അധ്യാപകന്മാരായിരുന്നു. എന്താണ് ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ? പപ്പൻ മാസ്റ്റർ ഉണ്ട്, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് അങ്ങ് വരട്ടെ, ഇംഗ്ലീഷിലേ സംസാരിക്കുള്ളൂ. ഇംഗ്ലീഷ് ടീച്ചറാണ്. ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. രാവിലെ ഭയങ്കര ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? ഇല്ല. പിന്നെ ഒരു മജീദ് മാഷ് ഉണ്ടായിരുന്നു കണക്കിന്, ഭയങ്കര നല്ല മാഷ്. പിന്നെ മണി ടീച്ചർ, സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. സോഷ്യൽ സ്റ്റഡീസിന് എടുക്കാൻ വേറെ ടീച്ചർ, പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഭയങ്കര സ്നേഹത്തിലോടും നമ്മളോട് വളരെ കെയർഫുൾ ആയിരുന്നു. ഞങ്ങൾക്ക് അത്ഭുതം. നമ്മൾ അത്രയ്ക്ക് എന്തെങ്കിലും അവിടെ എത്തിയാൽ എല്ലാം ശ്രദ്ധിക്കും. അങ്ങനെ വളരെ കെയർഫുൾ. പക്ഷെ അതേപോലെ പേടിയായിരുന്നു. അടിയെല്ലാം കിട്ടും. ഇന്നാണ് അടിക്കാൻ പേടി. നല്ലോണം കിട്ടും. എന്താണ് ഓർമ്മയിൽ, സ്കൂൾ കാലഘട്ടത്തിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം പറയാൻ പറ്റും? ഏറ്റവും സന്തോഷം നൽകിയ ഒരു അനുഭവം? സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ നമ്മളവിടെ യൂത്ത് ഫെസ്റ്റിവലിന് അങ്ങനെ ഉണ്ടാകുമ്പോഴും ഒരു ക്ലാസ്സിൽ മറ്റേ പഠിപ്പിന് എന്താണ് അതിൻ്റെ നല്ല പഠിപ്പിൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള രീതിയിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. അത് നമ്മൾ ആദ്യത്തെ അനുഭവമാണ്. അത് 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതിൽ അവിടെ പോയി ആ സ്റ്റേജിലിരുന്ന് അന്നത്തെ മുഖ്യാതിഥി ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതന്ന് വാങ്ങുക പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു റെക്കഗ്നേഷൻ ഫസ്റ്റിലേക്ക് കിട്ടുക. അതാണ് ഇത്രയിൽ ഏറ്റവും സങ്കടം തോന്നിയ ഒരു അനുഭവം പറയാൻ പറ്റും സ്കൂൾ കാലഘട്ടത്തിൽ? പല രീതിയിലുള്ള വിഷമങ്ങൾ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സങ്കടമൊന്നും ഉണ്ടായില്ല. ഈ സഹോദരങ്ങളൊക്കെ ഒരുമിച്ചാണോ സ്കൂളിൽ പോവാ? നിങ്ങളുടെ പ്രദേശത്തൊക്കെ നിങ്ങളെ വീട്ടിൽ എത്രാമത്തെ ആളായിരുന്നു? ഞാൻ മൂത്താളാണ്. നിങ്ങളുടെ താഴെയായിരുന്നു ബാക്കിയുള്ളത്. അപ്പോൾ അവരൊന്നും എൻ്റെ കൂടെ സ്കൂളിലില്ല. ഏറ്റവും ഇളയാൾ എത്ര വയസ്സുണ്ടാവും അപ്പൊ നിങ്ങളുടെ? ഇളയാള് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഇളയാൾക്ക് 4 വയസ്സ്. അത്രേ ഉള്ളൂ. അത്ര ചെറുതായി. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എവിടെയായിരുന്നു പഠനം? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ SN കോളേജ് കണ്ണൂർ. അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ? പ്രീ ഡിഗ്രി. ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ചാ. SN കോളേജിലെ ഫസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ചാ? വെരി നൈസ്. എനിക്ക് 64 ഫസ്റ്റ് പ്രീ ഡിഗ്രി. അപ്പൊ എന്തായിരുന്നു എയിം? സയൻസ് ആണോ എടുത്തത്? സയൻസ് ആണ്. എനിക്ക് സയൻസ് എടുക്കാനുള്ള എനിക്ക് അന്ന് എന്തോ ഡോക്ടർ ആവണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആരുമില്ല ഡോക്ടറൊന്നും. എൻ്റെ വലിയ അമ്മാവന്മാർ ആയുർവേദ വൈദ്യന്മാരായിരുന്നു. വലിയ എഴുത്തച്ഛൻ എന്നൊക്കെ പറയാം.
അപ്പോൾ അവരുടെ ആ ഒരു ഇതെല്ലാം ചുരുട്ടി വെച്ചിട്ട് ഒക്കെ വൈദ്യന്മാരുടെ പഴയ രീതി കാണുമ്പോൾ ഒരു ആരാധന തോന്നി. അപ്പോൾ അവർ വന്ന് അവരുടെ റെസ്പെക്റ്റും അതും ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ അന്നേ ഒരു ഇതിനാവണം എന്നല്ല എന്തോ മനസ്സിലങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടായാലും എനിക്ക് അന്ന് അവിടെ ഫസ്റ്റ് ഗ്രൂപ്പിനാണ് അഡ്മിഷൻ കിട്ടിയത്, ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പൊ അത് പിന്നെ ഞാൻ എങ്ങനെയല്ലോ മാറ്റി സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് മാറി. ഫസ്റ്റ് എഞ്ചിനീയറിംഗും സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് മാറി ആണ്. പക്ഷേ നമ്മൾ ഈ നടത്തവും ഇതും കൊണ്ട് കുറച്ച് ഉഴപ്പി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടിയില്ല. ഡിഗ്രിക്ക് കിട്ടിയില്ല. അല്ല, മെഡിസിൻ കിട്ടിയില്ല. മെഡിസിൻ എൻട്രൻസ് ഇല്ലല്ലോ. ഇല്ല. അന്ന് എങ്ങനെയാണ് ഇപ്പൊ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ? ഈ 10ാം ക്ലാസ്സിൽ എങ്ങനെയുണ്ടായിരുന്നു വിജയമൊക്കെ? ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ആണ്. പ്രീ ഡിഗ്രിക്ക് പക്ഷെ കുഴപ്പമുണ്ടായിരുന്നു. 2 വർഷം കോളേജിൽ. അന്നേരം എന്തെല്ലാം വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു? സമരവും അന്ന് കുറച്ച് ആക്ടിവിറ്റീസ് സമരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് നമ്മുടെ സോഷ്യൽ സർവീസ്, കോളേജിലെ സോഷ്യൽ സർവീസ്. ഞാനന്ന് ഹിന്ദി അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു അവിടെ കോളേജിൽ, സോഷ്യൽ സർവീസ്. പിന്നെ ചെറിയ ബാക്കിയുള്ള സ്പോർട്സും അതൊക്കെ ആയിട്ടുള്ള NCC എനിക്ക് ക്രേസ് ആയിരുന്നു. ഇല്ലില്ല, കോളേജിലെത്തിയാണ് NCCയിൽ ഞാൻ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഈ അറ്റാച്ച്മെന്റ് ടു ദ റെഗുലർ ആർമി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പാങ്ങോട് ക്യാമ്പിലേക്ക് ഒരു 2 മാസത്തെ ക്യാമ്പിന് നമ്മൾ 5 പേര്. അപ്പോൾ അത് കംപ്ലീറ്റ് ആ സെക്കൻഡ് ബ്രിഗേഡ് ഓഫ് ഗാർഡ്സ് അവരന്ന് പാങ്ങോട് അവരുടെ യുദ്ധം എന്തോ തിരുവനന്തപുരത്ത് അവിടെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 മാസം അവരുടെ കൂടെ ബാരക്കിലായിരുന്നു. അതെന്താണ് അതിന്റെ അനുഭവങ്ങൾ? അറ്റാച്ച് ടു റെഗുലർ ആർമി. ആ റെഗുലർ ആർമിന്റെ അവരുടെ കൂടെ നമ്മൾ ട്രെയിനിങ് കിട്ടി. 2 മാസം. എന്തൊക്കെയായിരുന്നു അന്നത്തെ പ്രാക്ടീസ്? അന്നല്ല ഇവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പോയ ഉടനെ അവർ നമ്മളെ തലയിലും മുട്ടയടിക്കും. പിന്നെ രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേക്കണം, ചായ തന്നിട്ട് പിന്നെ ഡ്രില്ല്. അത് കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ തിയറി ക്ലാസ് ഉണ്ട്, പിന്നെ വെപ്പൺ ട്രെയിനിങ്, ഫയറിങ്, അതൊക്കെ ഉണ്ടായിരുന്നു. ആ രണ്ടും വളരെ സിസ്റ്റമാറ്റിക് നല്ല കഠിന പരിശീലനമായിരുന്നു. ഡോക്ടർ ബാബു രവീന്ദ്രൻ ഈ പ്രീ ഡിഗ്രി അങ്ങനെ ഫസ്റ്റ് ടൈമിൽ മെഡിസിന് കിട്ടിയില്ല. അന്ന് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾക്ക് കിട്ടുന്നതാണ്. എവിടേക്ക് അപ്ലൈ ചെയ്തതെന്ന്? ഗവൺമെന്റ് അപേക്ഷ ആപ്ലിക്കേഷൻ വിളിക്കും, അതിന്റെ ബേസിൽ അവര് ഇന്റർവ്യൂ ഒന്നുമില്ല, പേപ്പറിൽ ഇത് വരും, സെലക്ഷൻ ലിസ്റ്റ് വരും. അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികളാണ്. അപ്പൊ ഫസ്റ്റ് ഇയർ കിട്ടിയില്ല. ആ ഫസ്റ്റ് ഇയർ എന്ത് ചെയ്തു? പിന്നെ ഞങ്ങള് BSc-ക്ക് ചേർന്നു. എവിടെയാണ് അവിടെ തന്നെ കോളേജിൽ തന്നെ BSc-ക്ക്. അവിടെയാണ് എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ മാറ്റം. എങ്ങനെയാണത്? അത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എടുക്കുമ്പോൾ അതിന്റെ സബ്സിഡറി ആയിട്ട് മാത്സും ഫിസിക്സും ആണ്. ബയോളജി വരുന്നേ ഇല്ല. മാത്സും കെമിസ്ട്രിയാണ്. അപ്പോൾ ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് മാത്സ് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ മാത്സ് 2 കൊല്ലം പഠിച്ചവരാണ് കെമിസ്ട്രിക്ക് മാത്സ് ആൻഡ് ഫിസിക്സ് സബ്സിഡറിക്ക് വരുന്നത്. അപ്പോൾ എന്തോ കോളേജിൻ്റെയും പ്രൊഫസറുടെയൊക്കെ താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ 2-3 ആൾക്കാരുണ്ടായിരുന്നത്. അവർക്ക് സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്തു മാത്സ് ആയിട്ട്. അങ്ങനെ മാത്സ് അറേഞ്ച് BSc-ക്ക് ചേരുമ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു? എന്താണ് ഇത്? ഡോക്ടർ ആവണമെന്നുള്ള ലക്ഷ്യം തന്നെയാണ്. കെമിസ്ട്രി എടുത്തത്. പക്ഷെ ഞാൻ പ്രീ ഡിഗ്രി ബേസ് ഉള്ളതുകൊണ്ട് എനിക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ആയി. ഡോക്ടർ ആണെന്നുള്ള മോഹം ചെറുപ്പത്തിലുണ്ട്. അപ്പോൾ അന്ന് ഇത് അഡ്മിഷൻ കൊടുത്തു, ഇതായി മാത്സായി. ആ മാത്സ് ക്ലാസ് എനിക്ക് അന്ന് ഓർമ്മിക്കേണ്ടത് നമ്മളെ ബാലസുബ്രഹ്മണ്യം സാർ എൻ്റെ ഇവിടെ പിതാവ്. അങ്ങവരാണ് നമ്മളെ അച്ഛൻ. അങ്ങവരാണ് നമ്മളുടെ പ്രധാനപ്പെട്ട മാത്സ് ടീച്ചർ അന്ന്. പിന്നെ അന്ന് കുറേ വത്സം മാഷ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ കാര്യമായിട്ട് അഡീഷണൽ ആയിട്ട് കോച്ചിങ് തരുമായിരുന്നു. ഞാൻ ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് 99% മാത്സിൽ 99%. അന്ന് കെമിസ്ട്രിക്ക് നമ്മളുടെ A.O. തോമസാണ്, പ്രൊഫസർ A.O. തോമസ്. ഒരു ഭയങ്കര പ്രൊഫസറായിരുന്നു. പേടി സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇത്രയും എന്താ പറയണ്ടത്, കുട്ടികളെ ശ്രദ്ധിക്കുന്ന, കുട്ടികളുടെ പഠിപ്പ് മാത്രം ശ്രദ്ധിക്കുന്ന, കുട്ടികളുടെ എന്താ പറയണ്ടത് അഭിവൃദ്ധി മാത്രം ആഗ്രഹിക്കുന്ന പിന്നെയാണ് മനസ്സിലാവുന്നത്. ആ സമയത്ത് നമ്മൾക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ. SN കോളേജിൽ ഇപ്പോൾ കാണുന്ന SN കോളേജ് ഒന്നല്ല അന്ന്. ആ കെമിസ്ട്രി സെക്ഷനിൽ ഒരാളും വരില്ല, ഒരു സമരവും വരില്ല, ആൾക്കാർ കൂടി നിൽക്കില്ല, അടുക്കില്ല. പ്രൊഫസർ A.O. തോമസ് എന്ന് പറഞ്ഞാൽ അത്രയും ആയിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ എനിക്ക് അത്ഭുതം പ്രൊഫസറുടെ ഇത് തന്നെ ഒരു ഉദാഹരണം. ഞാനൊന്ന് ആദ്യമായിട്ട് മീശ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് പോയ സമയമാണ് ഇങ്ങനെ. അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇയാൾ ക്ലാസ്സിൽ എന്നെ കണ്ട ഉടനെ ഇരിക്കും. അവനോട് പറഞ്ഞു, താൻ ഈ സമയത്ത് ഈ ചെയ്യുന്ന സമയത്ത് 4 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് വാങ്ങിക്കൂടെ? അത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം റാങ്കിൻ്റെ ഇതിട്ടത്, ഒരു വിത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പഠിച്ചു. ഇത് വന്നു നോക്കി. ഞങ്ങൾ 32 പേരാണെന്നുള്ളത് ഒരു ബാച്ചിൽ. റിസൾട്ട് വന്ന സമയത്ത് ഫുൾ പാസ്, 31 ഫസ്റ്റ് ക്ലാസ്, 1 സെക്കൻഡ് ക്ലാസ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ റിസൾട്ട് ഉണ്ടാ ശരിക്കും അല്ലേ? അതാണ് എ തോമസ് എന്ന് പറഞ്ഞാൽ. അതാണ് അങ്ങനെയുടെ കഴിവ് മാത്രം. നമ്മളൊക്കെ അയാളിങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കുകയാണ്. 31 ഫസ്റ്റ് ക്ലാസ്, 1 സെക്കൻഡ് ക്ലാസ്. സ്റ്റേറ്റാണ്, കേരള സ്റ്റേറ്റിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക്. ഞാൻ സെക്കൻഡ് റാങ്ക്. ഫസ്റ്റ് റാങ്ക് ആരായിരുന്നു? ഫസ്റ്റ് റാങ്ക് കേളു എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടുത്തുകാരനാണ്? ചെറുകുന്ന്. ഈ കോളേജ് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ സൗഹൃദം എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതാണ്. അവിടെ ചില സമയത്ത് ഈ മറ്റേ രാഷ്ട്രീയ അടികളൊക്കെ ഉണ്ടാവും അങ്ങോട്ട്. ഞങ്ങളൊന്നും ആ സമയത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ആരും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ പോകാൻ പറ്റില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല, അതൊന്നുമില്ല. അപ്പൊ ഈ എക്കണോമിക്സ്, കോമേഴ്സ് അവരാണ് ഇതിന്റെ ആൾക്കാർ. ഉഴപ്പനാണോന്ന് അറിയില്ല, പക്ഷെ ഇതിന്റെ ആൾക്കാരൊക്കെ അവരാണ്. പിന്നെ അടിയും ഗുസ്തിയും ചങ്ങലയും അടിയൊക്കെ കേൾക്കാറുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി വളരെ അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോവുക. അങ്ങനെ അവിടെ ഡിഗ്രി കഴിയും. ഡിഗ്രി എങ്ങനെ റാങ്കോടുകൂടി ഞാൻ സെക്കൻഡ് റാങ്ക് സ്റ്റേറ്റില്. സെക്കൻഡ് റാങ്കുകാരനാണ് അല്ലേ? കെമിസ്ട്രിയിൽ 2ാം റാങ്കുകാരൻ. അത് കഴിഞ്ഞ് മെഡിസിൻ അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ സ്റ്റേറ്റിൽ ഞാൻ സെക്കൻഡ് സെലക്ഷനാണ്. 2 ലിസ്റ്റ് വരുമ്പോൾ കേളു ഫസ്റ്റ്, ഞാൻ സെക്കൻഡ് സെലക്ഷൻ കിട്ടി. എവിടെയാണ്? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അത് ഇഷ്ടമുള്ളിടത്ത് കിട്ടും. അങ്ങനെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് MBBS. നിങ്ങൾ ഗ്രാമത്തിൽ നിന്ന് ആദ്യത്തെ ഡോക്ടറാണ്? നിങ്ങൾ ആദ്യത്തെ ഡോക്ടർ, മൊറാഴയിൽ നിന്നുള്ള ആദ്യത്തെ ഡോക്ടർ ആയിരിക്കും ആ കാലഘട്ടത്തിൽ. അവിടെ പോയി അവിടുത്തെ 5 വർഷം. എങ്ങനെ ഉണ്ടായിരുന്നു അത്? ആരൊക്കെയായിരുന്നു? കേളു, പിന്നെ ആരൊക്കെ അന്ന് ഉണ്ടായിരുന്നത് കൂടെ? ചെറുകുന്നിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. കൃഷ്ണൻ എന്നുകൊണ്ട് ചെറുകുന്നിൽ ഉണ്ടായിരുന്നു. കൃഷ്ണൻ, കേളു, പിന്നെ രാജൻ പുത്തലത്ത്. ഞങ്ങൾ 4 പേരായിരുന്നു ആ ഭാഗത്തു നിന്നുള്ളത്. അതായിട്ട് മെഡിക്കൽ കോളേജിലുള്ളത്. ആ മെഡിക്കൽ കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു? മെഡിക്കൽ കോളേജ് ലൈഫ് ത്രില്ലിംഗ് ആയിരുന്നു, വളരെ ത്രില്ലിംഗ് ആയിരുന്നു. കാരണം മലബാറിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ്. നമ്മളൊക്കെ ഒന്നും അറിയാത്ത ഈ കുഗ്രാമത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരല്ലേ, വാർഡിന്നോ അതായിട്ട്. പക്ഷേ നല്ല ഇതായിരുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് ചെറിയ റാഗിങ് ഒക്കെ ഉള്ള സമയമാണ്. എന്താണ് ആദ്യം കിട്ടിയ റാഗിങ്ങൊക്കെ തമാശകളാണ്. പക്ഷെ ഇന്നത്തെ പോലെ അത്ര വലിയ ഉപദ്രവിക്കുന്നതും ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ടീസ് ചെയ്യുക എന്നുള്ള അത് മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നത്. അതിങ്ങനെ പോയാൽ നമ്മളെ ചില സമയം ഒരു ഭാഗത്ത് മീശരിപ്പിച്ചാൽ ക്ലാസ്സിൽ പോകേണ്ടി വരും. ചില സമയത്ത് ഭയങ്കര തമാശകളാണ് ഉണ്ടായിരുന്നത്. ചില സമയത്ത് ഇവർ ദൂരെ മാറി നിന്ന് പെൺകുട്ടിയെ സീനിയർ പെൺകുട്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരോട് പോയിട്ട് എന്തൊക്കെ വർത്താനം പറഞ്ഞ് അല്ലെങ്കിൽ പറഞ്ഞിട്ട് വരാൻ പറയും. ഇവരിങ്ങനെ ദൂരെ നിൽക്കുന്നുണ്ടാവും. പിന്നെ ചെറിയ മെസ്സിലൊക്കെ ഇരുന്നാൽ ഭക്ഷണം കഴിക്കാനൊക്കെ അവർ ആവശ്യപ്പെടും. നമ്മളിങ്ങനെ ഭക്ഷണം എടുത്തിട്ട് ഇങ്ങനെ ആക്കി അല്ല ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ചെറിയ ഹോസ്റ്റലില് ഞങ്ങൾ പോയ സമയത്ത് വളരെ സ്ഥലക്കുറവുള്ളതുകൊണ്ട് ഒരു റൂമിലൊക്കെ 3-4 ആൾക്കാർ. നല്ല ഇതായിരുന്നു. 3rd ബ്ലോക്കിലായിരുന്നു ഞങ്ങളുടെ. അന്നത്തെ മെഡിക്കൽ കോളേജ് പ്രൊഫസർമാരൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എല്ലാ പ്രഗത്ഭന്മാരാണ്. വളരെ ഭാഗ്യ അത്രയും പ്രഗത്ഭന്മാരായ അവരുടെ ഒറ്റ ഇതുകൊണ്ടാണ് നമുക്ക് ഇന്ന് എന്തെങ്കിലും കാണുന്നതിന്റെ എല്ലാ ക്രെഡിറ്റും അവർക്ക് തന്നെയാണ്. ആദ്യമൊക്കെ രോഗികളെയൊക്കെ ഈ അതിന്റെ ഒരു പ്രാക്ടീസ് ഒക്കെ ആദ്യത്തെ 2 കൊല്ലം ആദ്യത്തെ ഇത് അല്ല മറ്റേ നോൺ ക്ലിനിക്കലാണ്. നോൺ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ബയോകെമിസ്ട്രി, അനാട്ടമി അതൊക്കെയാണ്. അന്ന് ഇതാണ് നമ്മളുടെ ഡിസെക്ഷൻ ഹോളാണ്. ഈ ശവങ്കീറി എല്ലാം മനസ്സിലാക്കി. ഈ അനാട്ടമി ശവങ്കീറിലൊക്കെ ആദ്യം അതിനകത്തേക്ക് പോകുമ്പോൾ ഒരു മാനസികാവസ്ഥ ഭയങ്കര പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ പോകുമ്പോഴേ ഇങ്ങനെ ഒരു 2 സൈഡിലായിട്ട് ഒരു സൈഡിലൊരു 12 മറ്റേ സൈഡിൽ 12 ശവങ്ങൾ ഇങ്ങനെ മലന്ന് കിടക്കുന്നുണ്ട്.
അത് ആദ്യത്തെ കാലത്ത് തന്നെ നമ്മൾ എന്താ പറയണ്ടേ ഒരു ഞെട്ടലോടെ ആദ്യം കിട്ടിയ ബോഡി ഏതാണ് പരിശോധനയ്ക്ക്? അല്ല അവിടെ എത്തിയാൽ അത് പിന്നെ ട്രെയിനിങ് ആണല്ലോ നമ്മൾ അത് ഒരു ബോഡിക്ക് നമ്മൾ ഒരു 12 ആൾ കൂടിയിട്ടാണ് ഒരു ബോഡി. അന്ന് ഇഷ്ടംപോലെ ബോഡി കിട്ടുമായിരുന്നു. ബോഡി ഉണ്ടായിരുന്നു അത് ഇത് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജല്ല അന്ന് നല്ല ഒരു വിഭാഗത്തിലുള്ള നല്ല കാലിക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ബോഡിയിൽ നമ്മൾ 3 ആൾ ഒരു സ്ഥലത്ത് ഒരു കൈ, 3 ആൾ ഒരു 2 മറ്റേ കൈ, കാല് അങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്യുക പഠിക്കുക. അതിനൊരു ബുക്കുണ്ട് കണ്ണിങ്ങാന്ന് പറഞ്ഞിട്ടില്ലേ, ആ ബുക്ക് നോക്കി അതിൽ പറയാം ഇങ്ങനെ അങ്ങനെ മുറിച്ച് ആ കാലഘട്ടത്തിലെ സിലബസും ഇന്നത്തെ സിലബസും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബോഡി ഇല്ല, ബോഡി ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ അവർ സ്വന്തം ചെയ്യുന്നതിന് പകരം കാണിച്ചു കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയോ എന്ന് സംശയമുണ്ട്. ചില മെഡിക്കൽ കോളേജ് പഴയ കോളേജിലൊക്കെ വെറുതെ ഡെമോൺസ്ട്രേഷൻ തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കോളേജിൽ ഇപ്പോഴും ബോഡി ഉണ്ട്. അപ്പോൾ അത് വലിയൊരു അനുഭവമായിരുന്നു. എത്ര ലൈഫ് വരെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക്? അത് എംബാം ചെയ്ത് എത്ര കൊണ്ടിരിക്കും സൂക്ഷിക്കാറില്ല. അതിങ്ങനെ അതാ സൂക്ഷിക്കുന്ന മുറിയിൽ പോയാലും ഭയങ്കര പേടിയാണ്. കുറേ ഇങ്ങനെ കടാവെറുന്നതിന് പറയാം. കാരണം കുറേ 10-20 ബോഡി ഇങ്ങനെ കിടക്കും. നല്ല ഫോർമലിൻ്റെ മണവും ഉണ്ടാവും. അപ്പോൾ ഈ പണി വേണ്ടായിരുന്നു എന്നേരം തോന്നിയില്ല. ഒരു ത്രില്ലും ഇതൊക്കെ തന്നെ. ത്രില്ലും അല്ല, ഒരു ആകാംക്ഷ എന്താണ് എന്ന് അറിയാനുള്ളൊരിത്. പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഡിസ്കഷനും ഒക്കെ ഓരോന്ന് പഠിച്ച് വരുമ്പോഴുള്ള ആ ഒരു ഇത്. അത് ആദ്യത്തെ 2 കൊല്ലം അതാണ്. ആദ്യം നമ്മൾ പോയാൽ വീട്ടിലെത്തി ഹോസ്റ്റലിലെത്തി എല്ലാം കുളിച്ച് ഷർട്ടൊക്കെ മാറ്റി ഇതൊക്കെ ചെയ്യും ആദ്യത്തെ ഒരാഴ്ച. പിന്നെ കുളി പോയി പിന്നെ കൈ കഴുകൽ തന്നെ കുറഞ്ഞു. അങ്ങനെ അതിപ്പോ ഒരു കോമണായി. അത് 5 വർഷത്തെ പഠനം. പിന്നെ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞാലാണ് പിന്നെ വാർഡിൽ പോവുക. വാർഡിൽ പോയി നമ്മൾ 1 കൊല്ലം 3rd ഇയർ 4th ഇയർ വാർഡിലുള്ള ഇതാണ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും തിരക്കുള്ള മെഡിക്കൽ കോളേജ് അല്ലേ? ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? രോഗികളുടെ ഒരു അവസ്ഥ ഇപ്പോഴും നിലത്ത് ആളെ കിടത്തി ഭയങ്കര നമ്മളെല്ലാ വാർഡിലും നിലത്തായിരിക്കും. 30, 40, 25 മറ്റിലാണ് ബെഡ് ഉള്ളത്. ഒരു 60-70 ആൾക്കാർ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നല്ലേ ഉള്ളൂ നിലത്ത് മറുപടിയായി. പക്ഷെ അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതിങ്ങനെ ഡോക്ടേഴ്സിനോടുള്ള ആ ഒരു ഇറിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. എങ്ങനെയായിരുന്നു അന്നത്തെ രോഗികളെയൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്? അന്ന് നമുക്ക് ഈ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. MRI സ്കാൻ ഇല്ല, CT സ്കാൻ ഇല്ല, മാക്സിമം എക്സ്റേ ECG അപ്പൊ ബാക്കിയെല്ലാം നിങ്ങൾ ലാബ് തന്നെ ഇല്ല. ലാബറട്ടറി പിന്നെ സോഡിയം പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. അപ്പൊ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ വെച്ചുള്ള ട്രീറ്റ്മെന്റ് അല്ലേ? അന്നത്തെ ടീച്ചേഴ്സ് അവരുടെ അനുഭവങ്ങളും അവരുടെ ഇൻറ്റ്യൂഷൻ അതാണ്. നമ്മളുടെ ഓരോ ടീച്ചേഴ്സ് നമ്മൾ പ്രൊഫസർ MG സഹദേനുണ്ട്, അതുപോലെ തന്നെ CVC വാര്യർ സാറുണ്ടാവും, CK രാമേന്ദ്രൻ സാറ്, പിന്നെ GK വാര്യർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഗത്ഭനായ ഒരു എന്താ പറയണ്ട പ്രൊഫസർ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇത് കേൾക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ ആളുകൾ കൂടി വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ട് തിരുവനന്തപുരത്തേക്കുള്ള സമയത്ത് പല മെഡിക്കൽ കോളേജിൽ നിന്നും അയാൾ ക്ലാസ്സിന് പോയിട്ടുണ്ട് കേൾക്കാൻ. അങ്ങനെയൊക്കെ അവിടെയുള്ള ഇവരുടെയൊക്കെ ശിഷ്യത്വം കിട്ടാനും അവരിൽ നിന്ന് കിട്ടാൻ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ പരീക്ഷ ഇത്തരത്തിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ ഇല്ലാത്ത കാലത്ത് രോഗികളെ നിങ്ങൾ ഈ പരിശോധിച്ച് അവരുടെ ഒരുപക്ഷെ അവരുടെ പൾസ് നോക്കി ഒക്കെയാണല്ലോ അന്നത്തെ ട്രീറ്റ്മെന്റ് ഒന്നല്ല. നമ്മളിപ്പോ ഈ പ്രൊഫസർ സഹദേവൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ GK വാരെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ, അങ്ങനെയൊക്കെ ഒരു ഡയഗ്നോസിൽ എത്തുന്നത് കാണും നമ്മളിങ്ങനെ മേലോട്ട്. എങ്ങനെയാണ് അതിന്റെ രീതി? എങ്ങനെയാണ് അത്? അങ്ങനെ പരിശോധിക്കും. ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. ഇവർ രണ്ടാളും സാധാരണ പറയുന്നത്, നമ്മളൊരു രോഗി വന്നാൽ അവരിൽ നിന്ന് നമ്മൾ ഹിസ്റ്ററി ടേക്കിംഗ്, എന്താണ് അവരുടെ അസുഖം എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് എടുത്താൽ, നമ്മൾ ക്ലിയറായിട്ട് സമയമെടുത്ത് 5 മിനിറ്റ് എടുത്ത് അവർ മനസ്സിലാക്കിയാൽ ആ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഏകം പ്രോബബിൾ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് നമുക്ക് എത്താം, ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിൽ എത്താം. അത് കൺഫേം ചെയ്യാനാണ് പിന്നെ നമ്മൾ രോഗിയെ പരിശോധിക്കുന്നത്. പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25% നമുക്ക് പിന്നെ എത്താം, സ്പെസിഫിക് ആവാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. ഇന്നത്തെ പോലെ വരുന്നാക്കലിനൊക്കെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പ്രധാനമായിട്ടും നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയായിരുന്നു? സാധാരണ ബ്ലഡ് കൗണ്ട്, ബ്ലഡ് ഷുഗർ, യൂറിയ, സാധാരണ ഇപ്പോൾ ബേസിക് ഇതും ആവശ്യമുള്ളവർക്ക് എക്സ്റേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുതിയ പുതിയ ഡെവലപ്മെന്റ്സ്, കാരോട്ടിഡ് ആൻജിയോഗ്രാമും കുറച്ചായിട്ടുള്ള സംഗതികളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇ സി ജി ഡെവലപ്പ് ചെയ്ത് വന്നു. അന്ന് താങ്കളുടെ കാലഘട്ടത്തിലാണോ? ആ കാലഘട്ടത്തിലാണോ വന്നത്? അത് താങ്കൾ അല്ല, ഞങ്ങൾ വരുന്നതിന് മുമ്പേ തുടക്കത്തിലുണ്ട്. ഞങ്ങളൊക്കെ വരുമ്പോൾ ഇ സി ജി ഒക്കെ താങ്കളുടെ കാലഘട്ടത്തിൽ പിന്നെ വന്ന എന്തൊക്കെയായിരുന്നു? കാലഘട്ടത്തിൽ സി ടി സ്കാൻ വന്നായിരുന്നു. സി ടി സ്കാൻ നമ്മൾ വരാൻ വിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. അന്ന് ഇതൊക്കെ ഇത് ചെയ്ത MG സാറൊക്കെ ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴുത്തിൽ ഇങ്ങനെ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ കുത്തി അതിൽ ഇഞ്ചെക്ട് ചെയ്ത് അതിനെന്നിട്ട് രോഗീൻ്റെ എക്സ്റേ എടുത്തിട്ട്, എക്സ്റേ എടുത്തിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കുക. അവരൊക്കെ അന്ന് എന്തൊരു പ്രാഗൽഭ്യത്തിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. എനിക്ക് അല്ലോ ഇപ്പോഴും ചിലത് നമ്മൾ സോഡിയം പൊട്ടാഷ്യം ഒക്കെ മെഷർ ചെയ്തിട്ടല്ലേ. അന്നൊക്കെ ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ഒന്നും വയ്യാതെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻ്റ് നമ്മുടെ സഹോദരൻ സാർ നോക്കിയിട്ട് അതിന് പൊട്ടാഷ്യം കുറഞ്ഞ അസുഖമാണ്, ഹൈപ്പോകലീമി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒറ്റ നോട്ടത്തിൽ എന്നിട്ട് പൊട്ടാഷ്യം സപ്ലിമെൻ്റ് കൊടുത്ത സമയത്ത് പുള്ളിയുടെ കംപ്ലീറ്റ് ശരിയായി വന്നു. അതൊരു കാലഘട്ടമായിരുന്നു. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രംഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാറിൻ്റെ മുന്നിൽ വന്ന രോഗികളെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ? ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ഒരു സാധാരണ ഒരു മെഡിക്കൽ ഒ പിയിൽ ഉണ്ടായ 2 കൊല്ലമൊക്കെ ഇരുന്നാൽ നമ്മളുടെ മുമ്പിൽ കൂടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനുഭവങ്ങളാണ് കടന്നു പോകുന്നത്. ഒരു ജീവിതം എന്തൊക്കെ ഒരു ജനങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്, അതൊക്കെ നമ്മളുടെ മുമ്പിൽ കൂടി കടന്നു പോകും. ചിലവരൊക്കെ നമ്മൾ സഹാനുഭൂതി, സങ്കടം, കഴിവില്ല, നിസ്സഹായത, ചിലതൊക്കെ എന്താ ചെയ്യാ, ചില സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അത് തന്നെ ഇന്നും എനിക്ക് ഒരു ഇതുണ്ട്. ഒരു അമ്മ, ചെറിയ ഒരു 18 വയസ്സുള്ളൊരു ബ്ലഡ് ക്യാൻസറുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്. വളരെ സുന്ദരിയായൊരു കുട്ടിയായിരുന്നു. അമ്മ അവർ നല്ല ഒരു അരോളിയിലുള്ളൊരു ഫാമിലിയാണ്. ഈ കുട്ടി നമ്മളിങ്ങനെ നോക്കി നിൽക്കുവാൽ അന്നത്തെ ബ്ലഡ് ക്യാൻസറിനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അന്ന് അങ്ങനെയില്ല. എന്നിട്ട് അതിൻ്റെ മരണവും ലാസ്റ്റിൽ ഇതാക്കുന്നു. വലിയ സങ്കടം. നമ്മൾ കോളേജിൽ തന്നെ നമ്മളൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങോർക്കും ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അങ്ങോരുടെയൊക്കെ ലാസ്റ്റ് ഇതൊക്കെ നമ്മൾ അല്ല ബ്ലഡ് മാറ്റാം, ബ്ലഡ് ബാങ്കിങ് ഒക്കെ ഉണ്ടല്ലോ. ബ്ലഡ് ബാങ്കിലുണ്ട്. ബ്ലഡ് ബാങ്ക് മാറ്റിയിട്ട് എന്താ കാര്യം? ബ്ലഡ് ബാങ്ക് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ, അത് ഡിസ്ട്രിക്റ്റ് ഒന്നും ചെയ്യാനില്ല. അതാണ് നമ്മളുടെ ആദ്യത്തെ ഷോക്കിംഗ് ആയിട്ടുള്ള. നമ്മളുടെ സീനിയറായിട്ടുള്ള ഒരാളാണ്. അന്ന് കോളേജ് മുഴുവൻ ഒരു മ്ലാനമായ അവസ്ഥയിലായിരുന്നു. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രോഗങ്ങൾ, ചികിത്സ ഇല്ലാത്ത രോഗങ്ങൾ എന്തൊക്കെയായിരുന്നു സാറിൻ്റെയൊക്കെ ഒരു പഠന? മാലിഗ്നൻസി പ്രധാനമായിട്ട്. ഒരു മാലിഗ്നൻസി വന്നാൽ നമ്മൾ നിവൃത്തിയില്ല, ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പോലും ശ്രമിക്കാൻ പറ്റില്ല. കാരണം അന്നുള്ള നമ്മളിപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ ടെറ്റനസ് കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ കൊക്കക്കൊര, അതുപോലെ തന്നെ ടി ബി ഇപ്പോഴും ഉണ്ടല്ലോ. ടി ബി എന്ന് വളരെ കോമൺ ആണ്. ടി ബിക്ക് ഒരുപാട് പ്രത്യേകം തന്നെയുണ്ട്. നമ്മളുടെ ബീച്ചിൽ TB ഹോസ്പിറ്റലുണ്ട്. അന്ന് ട്രീറ്റ്മെൻറ്റ് ഈ 3-4 ഗുളികകളേ ഉള്ളൂ അന്ന്. നമ്മൾ ഇപ്പം നല്ല അന്ന്, പക്ഷെ അത് എഫക്റ്റീവ് ആയിരുന്നു. മരണനിരക്ക് കൂടുതൽ, TB മരണനിരക്കൊക്കെ കൂടുതലാണ്. പിന്നെ TB രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് അന്നത്തെ ഈ പൊതുജന ആരോഗ്യവും പിന്നെ ആൾക്കാരുടെ പെരുമാറ്റങ്ങളും ഒക്കെ അത്ര ഹാപ്പി ആയിരുന്നു. കാരണം തുപ്പുന്നതും കരച്ചു തുപ്പുന്നതും അതൊക്കെ നമ്മളുടെ അതിൻ്റെ കുറേയൊക്കെ നമ്മൾ സമൂഹത്തിൽ മാറി വന്നു. പരിസര അവരൊന്ന് വൃത്തിയാക്കണം ആക്കണം ഉള്ളതുകൊണ്ടായിരിക്കില്ല. അന്നത്തെ ആ ഒരു
ജീവിതശൈലി അങ്ങനെയാണ്, അത്രയായിരിക്കും. 5 വർഷത്തെ പഠനം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് PG അവിടെ തന്നെയാണോ ചെയ്തത്, അതെയോ ഫസ്റ്റ് പോസ്റ്റിംഗ്? അല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് PSC കിട്ടാൻ വൈകി. അന്ന് PSC സാധാരണ വിളിക്കുന്നത് ഒരു 2 കൊല്ലം 3 കൊല്ലം കൂടെ വിളിക്കുന്നത്. അതാണ്. അപ്പം നമ്മളൊരു പ്രൈവറ്റ് ഞാനത് പഠിച്ച ഉടനെ ഞാൻ അവിടെ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ അത്ര സാമ്പത്തിക ശേഷിയൊന്നും എൻ്റെ അച്ഛൻ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് മരിച്ചത്. അപ്പോൾ അത് വലിയൊരു ഷോക്കായിരുന്നു എനിക്ക്. കാരണം അന്ന് നമ്മുടെ അച്ഛന് ലങ് ക്യാൻസർ ആയിരുന്നു. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു, റിട്ടയർ ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ അമ്മക്കില്ല, അവരില്ല. ഇതായിട്ട് വരുന്നൊരു പെൻഷനറാണ് നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ഇയർ പരീക്ഷ കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് അച്ഛൻ അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ നമ്മൾ ഡോക്ടർ CBC സാറാണ് നോക്കിയിരുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് വാർഡിലെ 11ാമത്തെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു സാറ്. വളരെ ഇതായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ബ്ലഡൊക്കെ കൊടുത്തിട്ടുള്ളത്. കാഞ്ഞങ്ങാട് കൃഷ്ണൻ അങ്ങോരാണ് അച്ഛൻ ആദ്യമായിട്ട് ബ്ലഡ് കൊടുത്തത്. ബ്ലഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് വലിയ കാര്യമാണ്. അതെ അതെ. പക്ഷേ ഈ പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുമ്പെയാണ് അച്ഛൻ മരിച്ചത്. അപ്പോൾ എനിക്കന്ന് പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ കെമിസ്ട്രിയിൽ റാങ്കുകാരനാണ് അല്ലേ. ഞാൻ പക്ഷേ ആ ഫസ്റ്റ് ഇയറിൽ ബയോകെമിസ്ട്രിയിൽ തോറ്റു. അത് ഈ അച്ഛൻ്റെ മരണം ഉണ്ടാക്കിയ ആഘാതം. അപ്പോൾ ഞാൻ പുസ്തകമൊക്കെ എടുത്ത് ആ വാർഡിൽ പോയി ഇരുന്നിട്ടാണ് പഠിക്കുകയൊക്കെ ചെയ്തത്. എനിക്ക് ആരുമില്ല, എനിക്ക് കൂട്ടിനാന്നല്ല, അമ്മക്ക് വരാൻ പറ്റില്ല, സഹോദരങ്ങളൊക്കെ ചെറുത്. അപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊരു വലിയ ഒരു തറവാടൊക്കെയാണ്. പക്ഷേ ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് അന്നത്തെ തറവാട് ഇങ്ങനെ ക്ഷയിച്ച് വരുന്നതാണ്. ലാൻഡ് ഉണ്ട്, കൃഷിയിടങ്ങളൊക്കെ ലാൻഡൊക്കെ ഉണ്ട്. പക്ഷേ വരുമാനമില്ല. അത് അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ ദുർഘടം അനുഭവിച്ച ഒരാളാണ്. അതൊക്കെ അമ്മ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്ത്. എങ്ങനെ മാനേജ് ചെയ്തെന്ന് എനിക്കറിയില്ല. അമ്മയാണ് അന്നത്തെ ഒരു സംഭവം അല്ലേ. ഈ അപ്പോൾ MBBS കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എവിടെയാണ് ജോലിക്ക് കയറിയത്? ഞാൻ അന്ന് നമ്മൾക്ക് വലിയ വലിയ ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ പോയി ജോലി നോക്കാൻ വേണ്ടി. പിന്നെ സ്വന്തമായിട്ട് തുടങ്ങണം. സ്വന്തമായിട്ട് തുടങ്ങാൻ ആദ്യം എന്ന് പറഞ്ഞാൽ അതിനും കുറച്ചെന്തെങ്കിലും പൈസയൊക്കെ വേണ്ടേ. അപ്പം ഞാൻ കുടിയാമലയിൽ ഏതൊരു ചെറിയൊരു ക്ലിനിക്ക്, അല്ല ആലക്കോട്, അവിടെ ഒരു ക്ലിനിക്കിൽ ആൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് 2-3 മാസമൊക്കെ അവിടെ നിന്ന്. ആലക്കോട് കാലഘട്ടം അത് വൈകുന്നേരമായ തമാശ. അവരെ ശരിക്കുള്ള ആലക്കോട് അല്ല, അതെ. അവിടെ നമുക്ക് സാധാരണ അവരുടെ ഒരു സൈഡ് റൂമിലിങ്ങനെ ഒരു 2-3 റൂമുള്ളൊരു ചെറിയൊരു വീടുണ്ട്. അവിടെ താമസിക്കും. അവർ തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി തരും. അന്ന് കാടി അല്ല, ഒരു ദിവസം അവരൊരു കാട്ടുപോത്തല്ലേ, കാട്ടി അത് കഴിച്ച സമയത്ത് എൻ്റെ മുഴുവൻ അലർജി വന്ന് ഞാൻ വീർത്തു പോയിരുന്നു. ആലക്കോട് എന്നിട്ട് ഓടി ഹോസ്പിറ്റലൊക്കെ വന്ന് അഡ്മിറ്റൊക്കെ ചെയ്യേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ ഏലത്തൂർ അന്ന് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങവർക്ക് PG പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ ക്ലിനിക്ക് ഏറ്റെടുക്കാൻ ആരെങ്കിലും പറ്റുമോ എന്നുള്ള നിലയിൽ ആക്കുമ്പോൾ ആരും എന്നോട് പറഞ്ഞു എങ്ങനെയുണ്ട്. ഞാൻ അവിടെ ഏകദേശം ഒരു 1.5 കൊല്ലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് PG ക്ക് പോകുന്നത്. അതിനുശേഷമാണ് PG. ആ സമയത്താണ് ഞാൻ അവിടെ ഹൗസ് ഏജൻസിക്ക് കൂടെ ജോയിൻ ചെയ്തത്. ഞാനൊരു 1.5 കൊല്ലം മെഡിക്കൽ കോളേജിൽ മെഡിസിനും കാർഡിയോളജി ഹൗസ് ഏജൻസി ചെയ്തിട്ടുണ്ട്. ഈ കാർഡിയോളജി വികസിച്ച് വരുന്ന സമയമാണ്. അന്ന് ICU ഒക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അതെ, ICU ഇങ്ങനെ ഇല്ല. ICU ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ അന്ന് രവീന്ദ്രൻ സാർ, പ്രൊഫസർ രവീന്ദ്രൻ, അശോകൻ നമ്പ്യാർ, കുഞ്ഞാലി, ഡോക്ടർ സുഗതൻ, ഇവരൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഏകദേശം 1 കൊല്ലം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ICU ഡെവലപ്പ് ചെയ്യുന്നതിൽ എനിക്കും വലിയൊരു റോൾ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ശരിക്കും മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ICU ഡെവലപ്പ് ചെയ്തു. ഞാനും ഒരു സീനിയർ ഓഫീസർ എന്ന നിലയ്ക്ക് അതിൽ 24 hours ഡ്യൂട്ടി എടുത്തിട്ടും അവിടെ ഞാൻ അതിൻ്റെ ഒരു ഭാഗമാക്കാം തുടക്കത്തിൽ അതാവാൻ വേണ്ടിയിട്ട് സാറിന് ഇവരുടെ കൂടെ. അന്ന് നമ്മളുടെ പണ്ട് ദിവാകരൻ മന്ത്രിയുടെ ഒരു മകനുണ്ടായിരുന്നു, പേരെനിക്ക് പെട്ടെന്നില്ല, അങ്ങോരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഖാദർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ മെഡിസിൻ പ്രൊഫസർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു, അബ്ദുൽ ഖാദർ.
അങ്ങോട്ടൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളെ കൂടെ. കോഴിക്കോട് നിങ്ങൾ എല്ലാവരും കൂടിയാണ് അവിടെ ICU എന്നൊരു കോൺസെപ്റ്റ് അന്ന് വരുന്നതും നിങ്ങൾ നടപ്പിലാക്കും. എത്ര ബെഡുള്ള ICU അന്ന് വന്നത് ശരിക്കും ആദ്യം വന്നത് ഓർമ്മയുണ്ടോ? എനിക്ക് എത്ര ബെഡിൻ്റെ ശരിക്കും ഓർമ്മയില്ല. 5-8 ബെഡ് ഉണ്ടാവുമായിരിക്കും. ആ സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത് നമ്മളുടെ ഈ കുന്നിക്കൽ നാരായണൻ. ഫസ്റ്റ് അനുഭവം അവിടെ. അപ്പോൾ ഞാൻ അജിത. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കും. മനസ്സിലായില്ലേ? നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന നാടെ ഇരിക്കുമ്പോൾ അപ്പോൾ എങ്ങോരും ഉണ്ട് മറ്റേ എൻ്റെ വൈഫ്, അയാളെ വൈഫ് നാരായണൻ്റെ വൈഫ് മന്ദാകൻ. ഞാൻ 2-3 ആഴ്ച ഉണ്ടായിരുന്നു അവിടെ. വളരെ കുറച്ച് പേരെ അഡ്മിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ നോക്കണം, നമ്മളെ കാർഡിയോളജിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹാർട്ട് ഫെയിലർ പോലെ എന്തോ ആയിട്ട്. അപ്പോൾ ഈ കുന്നിക്കൽ നാരായണൻ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ. അങ്ങോരുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ ശിഷ്യനാവും. നക്സലൈറ്റ് അല്ല, അയാൾ നിങ്ങളോട് പറയുന്നത് ഈ സച്ച് ആളുകളെ മെസ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ് പോകുമായിരുന്നു. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നിങ്ങളോട് പങ്കുവെച്ചത്? അയാൾ ഇങ്ങനെ സമൂഹത്തിനെ പറ്റി പറയാലും മറ്റേ ഇതൊക്കെ പറഞ്ഞിട്ട് ആ സൗമ്യനാണ്, വളരെ സൗമ്യനായിട്ട് സംസാരിക്കും. അജിത വരും. അജിത നൈറ്റിൽ ഞാനൊരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോൾ അജിത ഓടി വന്നു, ഡോക്ടറെ അച്ഛൻ പോയി നോക്കി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അച്ഛൻ ഇങ്ങനെ വരുമ്പോൾ ഇത് ടെൻഷൻ അടിച്ചാൽ നിങ്ങൾ കുറേ അച്ഛന്മാരെ കൊന്നിട്ടില്ല. ഞാൻ വെറുതെ ചോദിച്ചിട്ടുണ്ട്. ആ അച്ഛൻ ഇങ്ങനെ അതെന്താ നിങ്ങൾക്ക് ഓർമ്മ വരാത്തതെന്ന് ചോദിച്ചിരുന്നു. നിങ്ങളുടെ അച്ഛൻ ഇത്ര കൊന്നേന്ന് പറഞ്ഞില്ല, വേറെ മറ്റേ അച്ഛന്മാരൊക്കെ എന്തേ ഓർമ്മ. അതെല്ലാം ഡോക്ടറെ അതെല്ലാം ഇങ്ങനെ സ്കിറ്റ് ചെയ്ത് പോകുകയാണ്. അത് വലിയൊരു അനുഭവമാണ്. ഇങ്ങനെ പല ആൾക്കാരെയും വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കാലഘട്ടം മെഡിക്കൽ കോളേജിൽ ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. ഞാൻ അവിടുത്തെ കോളേജ് യൂണിയൻ സെക്രട്ടറിയാണ് അക്കാലത്ത്. കോളേജ് ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ റെപ്രസെൻറ്റേറ്റീവാണ്. കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. അന്നാണ് നമ്മൾ ഈ വാഞ്ചു നമ്മുടെ കോളേജ് യൂണിയൻ്റെ ആദ്യത്തെ ഗവർണറുടെ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മളെ കോളേജ് യൂണിയൻ ഇനോഗ്രേഷനാണ്. തിരുവനന്തപുരത്ത് പോയി ഞാൻ ഇൻവൈറ്റ് ചെയ്തതായിട്ട്. പിന്നെ അവിടെ തന്നെ അന്ന് നമ്മൾ ആദ്യത്തെ ഇന്റർ മെഡിക്കൽ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ അത് ഞാനാണ് അതിൻ്റെ ഫസ്റ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി. അത് ആദ്യത്തെ ഇന്റർ മെഡിക്കൽ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ അത് 4 കോളേജേ ഉള്ളൂ അന്ന്. കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം. അപ്പോൾ അവർ 4 ആൾക്കാർ വന്ന് ഫസ്റ്റ് ഇന്റർ മെഡിക്കൽ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സ്ഥാപക ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. ആദ്യത്തെ ബാച്ചുകാരനാണ്. അതിനങ്ങനെ കുറേ PG അവിടെ ചെയ്യുന്നു. ഇല്ല, PG എവിടെയല്ല. അത് കഴിഞ്ഞ് ഞാൻ സർവീസിൽ ജോയിൻ ചെയ്തു. ഗവൺമെൻറ് സർവീസിൽ ആദ്യത്തെ പോസ്റ്റിംഗ് എനിക്ക് കുടിയാൻമല. അവിടെ തന്നെ കുടിയാൻമല. ആലക്കോടാണ് ആദ്യം പോയത്. അന്ന് PSC ആയി വരുന്നു. PSC എന്ന് പറയില്ല, GRD ആണ്, റൂറൽ ഡിസ്പെൻസറി. അപ്പോൾ അവിടെ ഒരു അനുഭവമാണ്. ഞാൻ താമസിക്കുന്ന പാന്തോട്ടാണല്ലോ, മോറോഴ. അവിടുന്ന് പോയി വരാൻ പറ്റില്ല. എൻ്റെ ഒരു ജ്യേഷ്ഠൻ മാസ്റ്ററുണ്ട്, മറ്റേ സീതി സാഹിബ് ഹൈസ്കൂളിലെ മാസ്റ്ററാണ് തളിപ്പറമ്പിൽ. അങ്ങൊരു തളിപ്പറമ്പിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോരുടെ കൂടി അവിടെയാണ് താമസിക്കുക. എന്നിട്ട് രാവിലെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ പോവുകയാണ്. അതിൽ അതിലെ കണ്ടക്ടർ ഉണ്ട്, മാത്യു. അന്ന് അങ്ങനെയാണ് ബസ്സിലെ കണ്ടക്ടർ. ജനകീയനായി ഞാൻ വളരെ പേര്, ഞാനിപ്പോൾ ഒരു 1.5 കൊല്ലം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ രാവിലെ അപ്പോൾ അവിടെ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറിയാൽ ഒരു 20 ആൾ എണീക്കും. സാർ ഇരിക്കും ഡോക്ടർ എന്നാണ് പറയുന്നത്. അത്ര ബഹുമാനമാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് ബസ് വന്ന് നിൽക്കുക. അപ്പോൾ അവിടെ OP തുടങ്ങുന്നത് ബസ് വന്ന് നിന്നാലേ ഞാൻ പോയാലാണ് ഹോസ്പിറ്റലിൽ തുടങ്ങുക. ഇത് കഴിഞ്ഞിട്ട് ബസ് മടങ്ങുന്ന ഉണ്ടാവും, ഇഷ്ടം പോലെ 100-150 ആൾക്കാരുണ്ടാവുന്നുണ്ട്. അത് നമ്മൾ മടങ്ങുന്ന ഒരു 3-3:30 ആകുമ്പോൾ മടങ്ങും. അതാണ് ലാസ്റ്റ് ബസ്. മടങ്ങുമ്പോൾ ഈ ബസ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇത് തീരാൻ വേണ്ടി നമ്മൾ ആലോചിച്ചൊക്കെ ട്രാൻസ്പോർട്ട് ബസ് വെയിറ്റ് ചെയ്യുന്നത് പറ്റുക. കുടിയാമല എന്ന് പറഞ്ഞാൽ പിന്നെന്താ. അപ്പോൾ അവിടെ അന്ന് ചില സമയത്ത് ഇറങ്ങി നടക്കണം. കുടിയാമല ഇങ്ങോട്ട് വരുമ്പോഴേ അവിടെ എപ്പോഴും കൾവേട്ട്, എപ്പോൾ കേടാവുന്നൊരു കൾവേട്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ അന്ന് ശരിയായിട്ടില്ല, അതൊക്കെ ഇറങ്ങി നടക്കണം.
ഇവിടെ. അപ്പോൾ അവിടെ എനിക്ക് ഞാൻ വരുമ്പോൾ അവിടെ രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാൾ, എനിക്കത് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. എന്തൊരു സ്നേഹമായിരുന്നു അയാൾക്ക് എന്നോട്, ഞാൻ അറിയില്ല എന്താ അയാൾക്ക് ഞാൻ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അവിടെ ഞാൻ വരുമ്പോൾ എന്നെ കൊണ്ട് അവിടെ 2 തെങ്ങിൻ്റെ തൈ കുഴിപ്പിച്ചിട്ട്, അത് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ 2 അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സാർ ഇത് നടണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആണ്. 80 വയസ്സ്. എന്നിട്ട് ഞാൻ പാന്തോട്ടം വന്ന സമയത്ത് എൻ്റെ വീട്ടിലയാൾ അന്വേഷിച്ചു വന്നു 2-3 പ്രാവശ്യം. അതായിരുന്നു ആത്മബന്ധം. ഈ രോഗികളും ഫിലിപ്പ് പെരുമ്പഴാന്ന് പറഞ്ഞിട്ട്, ഫിലിപ്പ് പെരുമ്പഴ കേരള കോൺഗ്രസിന്റെ നേതാവ്. ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര മീശയൊക്കെ വെച്ചിട്ട് കണ്ടാ പേടി. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ്. അയാളവിടുത്തെ ഒരു നേതാവായിരുന്നു. ഓർമ്മയുണ്ട് ഫിലിപ്പ് പെരുമ്പഴ. ഞാൻ മാധ്യമപ്രവർത്തകൻ എന്നുള്ളവർക്ക് അദ്ദേഹത്തെ മാത്യു എന്ന് മറ്റേ പറഞ്ഞിട്ടൊരു CPM ഒരാളുണ്ട്, മാത്യു. ഭയങ്കര ആത്മബന്ധമായിരുന്നു. വളരെ അങ്ങനെ അവിടുന്ന് പിന്നെ അവിടെ എനിക്ക്, പക്ഷേ എനിക്കത് എങ്ങനെയൊക്കെ അവിടുന്ന് വേഗം ഒഴിവാകണമെന്ന് തോന്നി. എന്താണത് ഒരു നമുക്ക് ശരിയാവുന്നില്ല നമ്മളെല്ലാം കണ്ടിട്ട്. ഞാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് എനിക്ക് അവർ കാഷ്വാലിറ്റി, ജനറൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കണ്ണൂർ കാഷ്വാലിറ്റി വന്നു. ഡിസ്ട്രിക്ട് കാഷ്വാലിറ്റി അവിടുന്ന് ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ജിപ്മറിൽ പോണ്ടിച്ചേരി. ഇവിടുത്തെ പോണ്ടിച്ചേരിക്ക് എങ്ങനെയാണെന്ന് പോയത്? ഇതല്ലേ എൻട്രൻസ് എക്സാമിനേഷൻ അല്ലേ, അത് നമ്മളെ 3 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതിലൊന്നാണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കൊടുക്കാനുള്ള ഒരു ചിന്ത എങ്ങനെ വന്നത്? അല്ല, അന്ന് കാണുന്നിടത്തല്ല എല്ലാം കൊടുക്കില്ല. അന്ന് ഇതില്ലേ അപേക്ഷ എഴുതി അയക്കലാണ്. അപേക്ഷ കമ്പ്യൂട്ടർ യുഗമൊന്നും അല്ലല്ലോ. അല്ലല്ല. അപ്പൊ അപേക്ഷ എഴുതി അയച്ച് പിന്നെ എൻട്രൻസ് എക്സാം ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ കിട്ടി. പോണ്ടിച്ചേരി ഇന്റർവ്യൂ കഴിഞ്ഞ് PGക്ക് അവിടെ. അതിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു ഇതിന്റെ ഇതെന്ന് പറയാം, ഞാൻ അന്ന് ജിപ്മറിൽ എനിക്ക് സെലക്ഷൻ നമ്പർ 2 അല്ല, അതെ അല്ല, സെക്ഷൻ 2. അപ്പോൾ 1ാമൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സീറ്റാണ്. ആകെ ഒരു സീറ്റാണ്. നിങ്ങൾ 2ാമനാണ്. അപ്പൊ എന്ത് ചെയ്തു? എനിക്ക് അവിടുന്ന് വിവരം കിട്ടി, ഈ ഇങ്ങോർക്ക് വെല്ലൂർ മെഡിക്കൽ കോളേജിലും ജിപ്മറിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഈ നമ്പർ 1. അതെ, അയാൾ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ ഇപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടില്ല വെല്ലൂർ കണ്ടിന്യൂ ചെയ്യണോ ഇങ്ങോട്ട് വരണമെന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ പോയി, ഞാൻ വെല്ലൂർ പോയി, വെല്ലൂർ കാണാൻ പോയി, കണ്ട് ഇതൊക്കെ ഒരു യോഗമാണ്. അതൊക്കെ അപ്പോൾ അതിങ്ങനെ വെല്ലൂരിൽ കാണാൻ പോയി. അങ്ങോട്ട് ഹി വാസ് വെരി ഞാൻ ഐ എം ഹാപ്പി ഹിയർ, ഞാൻ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഞാൻ എന്നിട്ട് പോയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവിടെ ഇതുപോലെ യാത്രാ സൗകര്യമൊന്നുമില്ല. ഏതൊരു കാട്ട്പാടിയാൻ പറ്റുന്ന ഇറങ്ങി. അപ്പോൾ അവിടെ പോയി അങ്ങനെ ഐ വെരി കൈൻഡ്, അങ്ങനെ ഐ എം ഹാപ്പി ഹിയർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോയിൻ ചെയ്യുന്നില്ല എന്ന് എനിക്ക് കള്ളാസ് എഴുതി കയ്യിൽ വാങ്ങിയിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ചേർന്നു അല്ലേ? ബാബു രവീന്ദ്രൻ, ജിപ്മറിലെ പഠനകാലം, പോണ്ടിച്ചേരിയിലെ പഠനത്തിന് ശേഷം അവിടെ എന്താണ് കാര്യമായ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? പഠനം മാത്രം. തിരിച്ച് ഇവിടെ വന്നിട്ട് പിന്നെ സർവീസിൽ എവിടെയാണ് കയറുന്നത്? ആദ്യം അതിൽ 2 അനുഭവങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഉണ്ടായതാണ്. ഒന്ന് ഞാനിങ്ങനെ PG ഹണ്ടിങ്ങാണ്. PGക്ക് ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോംബെയിലെത്തിയിട്ട് അവിടെ എത്തുമ്പോൾ എനിക്ക് അന്ന് ബിജൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ പരിചയമായി, കോൺഗ്രസ്സിലുള്ള. അദ്ദേഹം എന്നെ അന്ന് ഇന്ദിരാഗാന്ധിൻ്റെ വലിയ ആളാണ് രജനി പട്ടേൽ, കേട്ടിട്ടില്ല? രജനി പട്ടേൽ. അങ്ങനെ എന്നെ രജനി പട്ടേലിൻ്റെ അടുത്ത് കൊണ്ടുപോയി. രജനി പട്ടേൽ അപ്പോൾ ബോംബെ അഡ്മിഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് ആക്കി. അപ്പോൾ അയാൾ ഹി വാസ് ഹാപ്പി. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അയാൾ ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട്, ലിയോൺ ഡിസൂസ എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് മിനിസ്റ്റർ. അപ്പോൾ എന്നെ ഹെൽത്ത് മിനിസ്റ്റർ അടുത്ത് പോയി. അപ്പോൾ അയാൾ എന്നോട് ഏത് കോളേജിലാണ് ചേരാൻ ഇഷ്ടം എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു എന്നാൽ KEM ആണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് നമ്മൾ റെഡിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പേപ്പറിൽ ഫസ്റ്റ് ഫ്ലാഷ് വാർത്ത എന്നാണ്, ഇന്ദിരാഗാന്ധി റിസൈൻസ്. രാജിവെച്ച വാർത്ത. എനിക്ക് പിന്നെ ഒരാളെ കാണാനും പറ്റുന്നില്ല, മെഡിക്കൽ കോളേജിലും പോകാൻ പറ്റുന്നില്ല. അല്ല, അതെ. അപ്പൊ എനിക്ക് പിന്നെ എവിടെയും പോകാൻ പറ്റില്ല, കാണിട്ടി മറന്നുപോയി. അപ്പോൾ എന്നിട്ട് എനിക്ക് ഈ ലിയോൺ ഡിസൂസേൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്, റാനഡി എന്നാണ്. എനിക്കൊരു കത്തയച്ച്
Doctor, I have not seen such an unlucky person like you. Even in spite of recommendations even in spite of recommendations from Rajini, you could not get that. Kindly wish you all the luck. കത്തിയ കുറേ കാലം സൂക്ഷിച്ചിരുന്നു. അതൊരു അനുഭവം. രണ്ടാമത്തെ അനുഭവം ഞാൻ നമ്മളെ കാർഡിയോളജി ട്യൂട്ടർ അവിടെ സീനിയർ ഹുസൻസ് ചെയ്യാം. അന്നേരം നമ്മൾ കാർഡിയോളജി ട്യൂട്ടറായിട്ട് അല്ല, ഞങ്ങളുടെ കാലിക്കറ്റ് കാർഡിയോളജി ഞാൻ പറഞ്ഞല്ലോ സീനിയർ ഹുസൻസ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കാർഡിയോളജി ട്യൂട്ടറുടെ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അന്നേരം അപ്ലിക്കേഷൻ അയക്കാൻ പറഞ്ഞ് നമ്മൾ പ്രൊഫസർ ഇവരൊക്കെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടവരൊക്കെ. അപ്പോൾ ഞാനും അപ്ലിക്കേഷൻ അയച്ചു. ഇൻ്റർവ്യൂ എൻട്രൻസ് എക്സാം തിരുവനന്തപുരത്താണ്. ഞാൻ തലേന്നേ പോയി അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ ഒരു ടാക്സി പിടിച്ച് ഇതാക്കി പോകുമ്പോഴത്തേക്കിൽ ഈ ടാക്സിക്കാരൻ എന്നെ വേറൊരു സെൻറ്ററിൽ കൊണ്ടാക്കി. അപ്പം അവിടെയല്ല, അടുത്ത സ്കൂളിലാണ്. അപ്പം ഞാൻ അവിടുന്ന് അടുത്ത സ്കൂളിലേക്ക് ചാടണം. ഓടി പോകുമ്പോഴത്തേക്ക് അന്ന് നിയമമുണ്ട്, ഫസ്റ്റ് ബെല്ലടിച്ചാൽ പിന്നെ അങ്ങോട്ട് കേട്ടില്ല. മനസ്സിലല്ലേ? ഞാനിങ്ങനെ അടുത്ത ആ സ്കൂളിൻ്റെ അടുത്ത് എത്തുമ്പോൾ എനിക്കറിയാം പോയി. അപ്പൊ ഞാനവിടെ എത്തിയിട്ട് അവിടെ മുമ്പിൽ നിന്ന് ഞാൻ കുറേ ആർഗ്യ ചെയ്ത് നോക്കി, കുറേ ഇതാക്കി നോക്കി. എൻ്റെ ഈ കൂടെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട്. അവർ വിചാരിച്ചത് ഞാൻ ഒരു സെലക്ഷൻ, അടുത്ത ആടിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇത്തിരി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, വേറെ അടുത്താരെന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ മേലോട്ട് നോക്കി 10 മിനിറ്റ് ഇരുന്നിട്ട് മടങ്ങിയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് കാർഡിയോളജി പ്രൊഫസറൊക്കെ അങ്ങനെ പോയേനെ. അത് പിന്നെയാണ് ജിഗ്ബറിലേക്ക് എത്തുന്നത്. അങ്ങനെ അവിടുന്ന് MD ആയി ഫിഷനായി തിരിച്ചു വന്നിട്ട് സർവീസ് കയറുന്നത് എവിടെയാണ്? പിന്നെ സർവീസിൽ ഞാൻ കയറുന്നത് കൽപ്പറ്റ ഗവൺമെന്റ് സർവീസ്. ജീവിതത്തിലുടനീളം ഗവൺമെന്റ് സർവീസ് തന്നെയാണ്. എത്ര വർഷം സർവീസിലുണ്ടായിരുന്നു? ഞാനത് 80 മുതൽ 2004 വരെ 24 വർഷം അല്ലേ? ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനായിട്ട് സഹകരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ കൽപ്പറ്റ അന്ന് ഞാൻ പാസ്സായി ഉടനെ തന്നെ 74-75 തന്നെ. അന്ന് ഞാൻ ആദ്യം ഉണ്ടായ സംഘടനാ ഭാരവാഹിത്വം ഏതായിരുന്നു? നമ്മൾ അന്ന് സാധാരണ ബ്രാഞ്ച് സെക്രട്ടറി, ബ്രാഞ്ച് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അതെ, ഞാൻ കൽപ്പറ്റയിലാണ് ഞാൻ ഇത് PG കഴിഞ്ഞ് വന്ന് അവിടെയാണ് IMA ആക്റ്റീവ് ആവുന്നത്. കൽപ്പറ്റ ഏതൊക്കെ ആശുപത്രികളിൽ ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ കൽപ്പറ്റ ആശുപത്രിയിൽ നിന്നാണ് ഇവിടെ വന്നത്. തലശ്ശേരി. പിന്നെ തലശ്ശേരി തന്നെയായിരുന്നു. പിന്നെ തലശ്ശേരി ഞാൻ ആദ്യം കുടിയാൻമല കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഇവിടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി, അവിടെ നിന്നാണ് PGക്ക് പോയത്. PGക്ക് പോയി മടങ്ങി വന്ന് കൽപ്പറ്റ ഒരു 6-7 കൊല്ലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ തലശ്ശേരി. ഇവിടെ വരാൻ കാരണം എന്റെ മദറിലോ ശാന്തിയ ഈ വീട് empty ആയിട്ട് കിടക്കുക. ഷി വാസ് വെരി അൺഹാപ്പി. കല്യാണം കഴിഞ്ഞത്? കല്യാണം ഞാൻ PGക്ക് പോകുന്നതിന് മുമ്പേ. എങ്ങനെയാണ് അറേഞ്ച്ഡ്? ഈ മൊറാഴയിൽ നിന്ന് എങ്ങനെ തലശ്ശേരി എനിക്കറിയാം. എന്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു കണ്ണൂർ, PPC നമ്പ്യാർ. കേട്ടിട്ടുണ്ട്. PPC നമ്പ്യാരും. അപ്പോൾ അങ്ങവരുടെ ഒരടുത്ത ഫ്രണ്ടാണ് അവിടുത്തെ അന്ന് ഒരു സ്വാമി എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സിൽ ഓഫീസർ. അപ്പോൾ അവരിങ്ങനെ പരിചയം. PPC എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. ഭാര്യയുടെ പേര് നിങ്ങളുടെ? രാധാലക്ഷ്മി. അപ്പൊ രാധാലക്ഷ്മിയിലേക്ക് എങ്ങനെയാ എത്തിപ്പെടുന്നത്? PPC ഇത് ഇൻകം ടാക്സ് ഓഫീസർ, അച്ഛൻ ഇൻകം ടാക്സ് കമ്മീഷണറാണ്, അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അപ്പൊ അങ്ങോട്ട് മുഖാന്തരം അച്ഛൻ വന്നു. അങ്ങനെ ഈ ബന്ധത്തിലേക്ക് വരുന്നു. ഈ ഗാന്ധിജി വന്ന് താമസിച്ച ഈ വീട്ടിലേക്ക് തലശ്ശേരിയിലെ പുതിയാപ്പിളയായിട്ട് വരുന്നു. ഇവിടെ സാധാരണ മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പറയുക പുതിയാപ്പിള. അങ്ങനെ ഇവിടെ വരുന്നു. അങ്ങനെ തലശ്ശേരിക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ട് ഇവിടെ പ്രാക്ടീസ് തുടങ്ങുന്നു. എത്ര വർഷം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു? ഞാൻ 90 മുതൽ 2004 വരെ. അതിലിടയ്ക്ക് 2 പ്രാവശ്യം പോയി. ഒരു മാസം ഞാൻ 2-3 മാസം പിണറായിലേക്ക് പോയി, 2 മാസം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. തലശ്ശേരി ഇന്നത്തെ പോലെ ആശുപത്രികളൊന്നും ഇല്ലാത്ത കാലമാണ്. അന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഇവിടെ ഭയങ്കര ഇങ്ങനെ മടക്കിക്കൊണ്ടിരണം പറഞ്ഞിട്ട് പ്രസ്സിൽ പല സംഘടനകളൊക്കെ വന്നിരുന്നു. എന്നിട്ട് അത് കണ്ട് നമ്മളെ VM സുധീരൻ അയാൾ ഒരു മീറ്റിങ്ങിൽ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ആകെപ്പാട് ഒരാളുടെ ട്രാൻസ്ഫറെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ നിങ്ങളുടെ ട്രാൻസ്ഫർ മാത്രമാണ്. എന്താണ് ജനറൽ ആശുപത്രിയിലെ ഓർമ്മകൾ? കാരണം ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള ആശുപത്രിയാണല്ലോ ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ. ഇത്ര തിരക്കുള്ള, ഇത്രയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധ്യതയിൽ നോക്കുന്നത് ഭയങ്കര ഒരു വലിയ സേവനം, വലിയൊരു ആശുപത്രിയുണ്ട്, വലിയൊരു ആശുപത്രി. അതിൻ്റെ ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ സാധാരണ മരണനിരക്കും മറ്റേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള സൗകര്യം,
അവിടെയുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, ആ രോഗികളുടെ തിരക്ക്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ മരണനിരക്കെല്ലാം വളരെ കുറവാണ്. ഭാഗ്യം കൊണ്ടാണല്ലേ? വളരെ കുറവാണ്. കാരണം അത്രയും എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ പരാതികൾ അന്ന് പല പരാതികളൊക്കെ കേട്ടിട്ടുണ്ട്. IML ഇത്ര സജീവമാണ്. IML ഏതൊക്കെ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്? ഞാൻ IML എന്തൊക്കെ പോസ്റ്റുകളുണ്ടോ അതിലെല്ലാം ഇരുന്നിട്ടുണ്ട്. എന്നാൽ ഒരു ഓർമ്മയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട IMLയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. നാഷണൽ വൈസ് പ്രസിഡന്റ് ആവുന്ന ഏത് ഇയറിലാണ്? ഞാൻ നാഷണൽ പ്രസിഡന്റ് ആവുന്ന 2006. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോസ്റ്റാണ്. പിന്നെ എത്തിക്സ് കമ്മിറ്റിയുടെ പ്രഥമ ചെയർമാൻ. പിന്നെ അതിപ്പോ നമ്മള് പിന്നെ ഞാൻ ബാക്കിയുള്ള ഈ ലീഗൽ സെല്ലിന്റെ ചെയർമാനായിരുന്നു. പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീം നമ്മൾ ചെയ്യുന്ന അതിന്റെ ചെയർമാനായിരുന്നു. പിന്നെ ആക്ഷൻ അതിൻ്റെ ഒരു ചെയർമാൻ. അത് വലിയൊരു കാര്യം. നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ആ ആക്ട് ഫോഴ്സിന്റെ ചെയർമാനായ സമയത്താണ് നമ്മൾ അന്ന് DGP ജേക്കബ് പുന്നൂർ സാറായിരുന്നു. ജേക്കബ് പുന്നൂർ സാറിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് നമ്മളന്ന് ഈ കേരളത്തിലെ പോലീസ് റിക്രൂട്ട്സ് അന്ന് എനിക്കൊന്ന് 5000-6000 ആൾക്കാരുണ്ടായിരുന്നു. തൃശ്ശൂർ പോലീസ് അക്കാഡമി, ട്രിവാൻഡ്രം അക്കാഡമി, മാങ്ങാട്ടുപുറം അക്കാഡമി, അവിടെയുള്ള എല്ലാ ന്യൂ റിക്രൂട്ട്സിനും നമ്മൾ ലൈവ് സപ്പോർട്ട് ട്രെയിനിങ് കൊടുക്കും. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അന്ന് അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരു SP അതിൻ്റെ ചാർജായിട്ടുണ്ടായിരുന്നു. അക്ബർ അങ്ങനെ വളരെ ഹി വാസ് വെരി ആക്റ്റീവ്. അത് ഇതൊക്കെ ഇപ്പം IG ആയിട്ടുണ്ടാവുന്നു. അന്ന് കോടിയേരിൻ്റെ വളരെ കോടിയേരിക്ക് നമ്മൾ എന്തോ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന എല്ലാ കാര്യം പുള്ളി ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്നു മീറ്റിങ്ങിൽ വന്നിരുന്നു. എന്നിട്ട് DGPയുടെ മീറ്റിങ്ങിൽ DGPയും കോടിയേരി മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ. ഞങ്ങൾ 5000 ആൾക്കാർ അന്ന് റിക്രൂട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ഹിസ്റ്ററി ആയിരുന്നു അതായിട്ട് അന്ന് ചെയ്യാൻ പറ്റിയത് ആ കാലഘട്ടത്തിൽ. എന്താണ് ആ ഡോക്ടേഴ്സ്, അതിനൊരു നമ്മുടെ സമയം തീരുകയാണ്. 1-2 ചോദ്യങ്ങൾ. താങ്കളെ കാത്തു നിൽക്കുന്ന രോഗികൾ, താങ്കൾക്ക് വേണ്ടി പരിശോധന കഴിഞ്ഞുമ്പോൾ കാത്തു നിൽക്കുന്ന ബസ്, താങ്കളുടെ കൊണ്ട് തെങ്ങ് വെപ്പിക്കുന്ന അങ്ങനെ ആ ബന്ധം ഇന്ന് ഇത്ര മോശമാകാനുള്ള കാരണം എന്തായിരിക്കും? ഇന്ന് ഡോക്ടർ രോഗി ബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പല കാരണങ്ങളും ഉണ്ട്. താങ്കൾ എങ്ങനെയാണ് അതിനെ? എനിക്ക് തോന്നുന്നത് നമ്മളുടെ സയൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴേ നമ്മൾ ഹ്യൂമൻ കെയർ മാറുക, മനുഷ്യന്റെ ആവശ്യം കുറഞ്ഞ് യന്ത്രങ്ങളിലേക്ക് പോവുക. അത് മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റിനെ അന്ന് നോക്കി ഇത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് വേണം അയാൾക്കത് ഏത് വാൾവാണ് അതിൻ്റെ എന്താണ് എന്നൊക്കെ ഇത് കണ്ടുപിടിക്കാൻ വളരെ സൂക്ഷ്മമായി നിന്ന്. പക്ഷെ അത് അവർ 80-90-95% ശരിയായി വരാറുണ്ട്, കറക്റ്റായിട്ട് വരാം. അത് കഴിഞ്ഞിട്ടാണ് എക്കോ കാർഡിയോഗ്രാം വന്നത്. എക്കോ കാർഡിയോഗ്രാം വരുമ്പോഴെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കാണുക അതിൻ്റെ വാൾവ് ചുരുങ്ങിയിട്ടുണ്ടോ വികസിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ ഇത് ഇവിടെ വെക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് ഈ നോക്കുന്ന ശ്രദ്ധ കുറഞ്ഞു. അവര് വേഗം എക്കോ കാണാം. ഇപ്പൊ ശരിക്കും ഈ യന്ത്രങ്ങൾ കൊടുക്കുന്ന റിസൾട്ട് അനുസരിച്ചാണ് ചികിത്സ. അന്ന് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് കൂടുതൽ സ്പെസിഫിക് ആണ്. നമ്മളെ ശരിക്കും കണ്ട് യന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ സ്പെസിഫിക് ആയി കൂടുതൽ എഫക്റ്റീവായി ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മാനുഷിക കണക്ഷൻ കുറഞ്ഞു. അപ്പൊ ഹൃദയബന്ധം ഇല്ലാതായി, യന്ത്രങ്ങൾ നടക്കുവന്നു. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബേസ്. അതാണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഈ ഇവിടെ ഈ ഇടവലത്ത് ഈ വീട്ടിൽ താമസിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 90 മുതൽ ഞാൻ ഇവിടെ വന്ന മുതൽ ഏതാണ്ട് 100 വർഷം പഴക്കമുള്ള വീടാണ്. സാധാരണ ഡോക്ടേഴ്സ് ഒക്കെ പെട്ടെന്ന് വീടെല്ലാം പൊളിച്ചിട്ട് വേറെ വീട്. ഇത് ഈ ഗാന്ധിജിയൊക്കെ താമസിച്ചു. ഞാൻ ഒരു പ്രാവശ്യം ആലോചിച്ചിരുന്നു ഇതെന്ത് വേണമെന്ന്. പക്ഷെ എനിക്ക് പൊളിക്കാൻ തോന്നുന്നില്ല. ഞാൻ എനിക്ക് അതായത് ഇതിനിപ്പോ നമ്മൾ 2 വീട് എടുക്കേണ്ട ചിലവ് ഇതിനൊക്കെയാണ് ചിലവ് ഇത് കാണും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പഴയതിൽ. എന്തായിരുന്നു ഇവിടെയൊക്കെ ഉപയോഗിച്ചിരുന്നത്? ഇത് മതി, ഇതിൽ മാത്രം ഇത്. ബാക്കിയെല്ലാം ചെറിയ ടൈൽസും അതൊക്കെ മാറ്റി നമ്മളെല്ലാം കംപ്ലീറ്റ് റീമോഡൽ. ഗാന്ധിജി വന്നതിന്റെ ഓർമ്മകളായിട്ട് ഇവിടെ എന്താണ് ശരിക്കുള്ളത്? അങ്കോരാന്ന് കിടന്നു എന്ന് പറയുന്ന 2 ബെഞ്ചിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഞാൻ പലയാളും നമ്മളെ സുധീരൻ വന്നിരുന്നു, കാർത്തികേയൻ വന്നിരുന്നു, പലയാളും. ഗാന്ധിജി വന്ന ബെഞ്ചിൽ നമുക്കൊന്ന് ഇരിക്കണം കേട്ടോ. ഗാന്ധിജി ഇരുന്ന ബെഞ്ചിൽ, കിടന്ന ബെഞ്ചിൽ. എന്താണ് മക്കള് എത്ര പേരുണ്ട്? എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്തയാള് ഡോക്ടർ സന്ധ്യ, ഡെർമറ്റോളജിസ്റ്റ്. എവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ ടെലിമെഡിക്കൽ സെന്റർ. മാരീഡ്. ഹസ്ബൻഡ് ഡോക്ടർ സഞ്ജീവ് കുമാർ, ഗുരുവായൂർ. അങ്ങൊരു പൾമണോളജിസ്റ്റാണ്. അങ്ങൊരും
ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലും മറ്റേ ഇവിടെ മറ്റേ മിഷനിലും ഒക്കെ ആയിട്ട് ചെയ്യുന്നു. സർവീസ് ചെയ്യുന്നു. രണ്ടാമത്തെ കുട്ടി? രണ്ടാമത്തെ മകള് കവിത. എന്ത് ചെയ്യുന്നു? അവള് ഒരു ഇത് ബയോടെക്നോളജിയാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ അവളൊരു കമ്പനിയിൽ IT കമ്പനിയിൽ ഹൈദരാബാദിൽ വർക്ക്. അവരെ ഹസ്ബൻഡ് ആനന്ദ് അയാൾ HSBCയിലെ സീനിയർ പോസ്റ്റിലുള്ള. ഈ ഇത്രയും കാലത്തെ സംഘടനാ പ്രവർത്തനം, ഒരു ഭിഷഗ്വരൻ എന്നുള്ള അനുഭവം, ഇതിൽ നിന്നൊക്കെ സമൂഹത്തിന് കൊടുക്കാനുള്ള താങ്കളുടെ സന്ദേശം എന്താണ്? ഈ ഡോക്ടർമാർ ചെയ്യുന്ന സേവനങ്ങൾ അത് വിലമതിക്ക് അതിന് വിലയിടാൻ പറ്റില്ല. ഒരു ലൈഫ് പോകുമ്പോഴാണ് നമുക്ക് എന്താണ് പോകുന്നതെന്ന് മനസ്സിലാവും. അതിനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ, അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസും ധൈര്യം കൊടുക്കണം ഡോക്ടർക്ക്. ഇന്നത്തെ ഡോക്ടർക്ക് ഇത് ഇപ്പോൾ ചെയ്യാനുള്ള ധൈര്യം കുറഞ്ഞു വരിക. നമ്മളിപ്പോൾ ഒരു രോഗിനെ ചികിത്സിക്കുമ്പോൾ അതിൻ്റെ അയാൾക്ക് മരണം ഒരു സാധ്യതയാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് അത് അതിൽ ഇടപെടാൻ നോക്കുന്നത്. ആ ഇടപെടുമ്പോൾ അയാളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് അറിയുന്നത് ഇപ്പം എന്തായെന്ന് പറഞ്ഞാൽ അയാൾ കൊന്നു എന്നുള്ള സ്റ്റേജിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു രോഗം വന്നാൽ അയാൾക്ക് മരണസാധ്യത, ആ മരണസാധ്യതയുള്ള സമയത്ത് നമ്മൾ അതിൽ ഇടപെടുന്നു. അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ നോക്കുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റുന്നില്ല. എന്നാൽ അയാൾക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഇല്ല എന്നാണ് വാസ്തവം. പക്ഷേ ഇന്ന് ചിത്രീകരിക്കപ്പെടുന്നത് നിങ്ങൾ ഇടപെട്ടിട്ട് അയാളെ കൊലപാതകം. അപ്പം നല്ല ബന്ധം ഈ ഡോക്ടർമാർക്ക്, അവർക്ക് ധൈര്യം കൊടുക്കണം ചികിത്സിക്കാനുള്ള. ഞാൻ പൊതുജനം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറെ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ ഉപയോഗിച്ചോളൂ. നമ്മളുടെ ജനങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ, അത്യാസന്ന നിലയിലുള്ള രോഗിയെ ചികിത്സിക്കണമെങ്കിൽ ഡോക്ടർ നിങ്ങളുടെ കഴിവനുസരിച്ച് ചികിത്സിച്ചോളൂ. അത് ഞങ്ങളുണ്ട് ഇവിടെ. യു ഗോ, രക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യൂ, വാട്ട് എവർ യു നോ. അതൊരു ധൈര്യം കൊടുത്താൽ റിസൾട്ട് വിൽ ബി നമ്മൾ ഈ വിചാരിക്കുന്നതിനേക്കാളും വലിയ റിസൾട്ട് നമുക്ക് കിട്ടും. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. ഒരു സിനിമ കണ്ടിരുന്ന അനുഭവമാണ് ശ്രീ ഡോക്ടർ TN ബാബു രവീന്ദ്രനിലൂടെയുള്ള സക്സസ് സ്റ്റോറിയുടെ സഞ്ചാരം. കാരണം അത്ര എല്ലാം അപ്രതീക്ഷിതമാണ്, എന്നാൽ എല്ലാം വലിയ അനുഭവങ്ങളുമാണ്. മെഡിക്കൽ കോളേജും തലശ്ശേരി ജനറൽ ആശുപത്രിയും ആലക്കോടും അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും എല്ലാം കടന്നു വന്നു. പ്രേക്ഷകരെ, നമുക്കിത് ഈ ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടർ TN ബാബു രവീന്ദ്രൻ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഡോക്ടറിൽ വിശ്വാസം അർപ്പിക്കുക, അവർക്ക് ധൈര്യം കൊടുക്കുക. അവരൊന്ന് പകച്ചുപോയാൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ല. ആ പകച്ചുപോക്കാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അതുകൊണ്ട് അവരെ വിശ്വസിക്കുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. TN ബാബു രവീന്ദ്രൻ കടന്നു വന്ന ജീവിതം ഒരു പാഠമായി ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് പ്രേക്ഷകർക്കും ഒരു അനുഭവമാകട്ടെ, ഒരു പാഠപുസ്തകമായി മാറട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന TN ബാബു രവീന്ദ്രന് സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.